നമ്മുടെ അരുണ്ടാക്ക വണ്ടി കയറ്റി തന്നെയാണ്. കോർണറിൽ പുലിക്കുട്ടി കയറുന്നില്ല. കയറി വന്ന് പുലിക്കുട്ടി ബാക്ടറൊക്കെ പാളുണ്ട്. അതിൽ പുലിക്കുട്ടി വരവെന്നാ പറയണത്. ബൈക്കിന് കയറാൻ പറ്റൂല, ഒട്ടും പറ്റൂല. അത് കണ്ട ഇത് നോക്കിയേ, ജീപ്പിനെ പോകേണ്ട ഒരു വഴിയാണ്. നമ്മ ഇത്രയും ദൂരെങ്കിലും ബൈക്ക് കയറ്റി. ഹലോ ഗൈസ്, ബാക്ക് പാക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മിപ്പോ ഇവിടെ ഇരിക്കണെന്ന് വെച്ചാ കാഞ്ഞാറാണ്. കാഞ്ഞാറ് സമയം ഒരു 4 മണിയായിട്ടുണ്ടാവും വൈകുന്നേരം. ദേ കാർത്തിക ഹോട്ടൽ, ഈ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മിപ്പോൾ ഇനി പോകുമ്പോൾ ഇലവീഴ പൂഞ്ചിറയിലേക്കാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്, നാടുകുന്ന് വ്യൂ പോയിന്റ്. അവിടെ നിന്ന് നേരെ കുരിശുമലയൊക്കെ വന്ന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് വന്ന് ഹോട്ടലുകൾ തപ്പി ഇവിടെ വന്ന് എത്തിയപ്പോൾ ഒരു കാഞ്ഞാറുള്ള ഒരു കാർത്തിക ഹോട്ടൽ കണ്ട് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിച്ചപ്പോൾ അവിടുത്തെ ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ നിന്ന് ഇലവീഴ പൂഞ്ചിറ 9 കിലോമീറ്റർ ഉള്ളൂന്ന്. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ, കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അതിൽ ഉപ്പൂന്ന് വ്യൂ പോയിന്റ് ഉണ്ട്, കുരിശുമലയുണ്ട്, പിന്നെ നാടുകാണി വ്യൂ പോയിന്റ്. ഈ 3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഇലവീഴ പൂഞ്ചിറക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോവാം. ചേട്ടാ, ഈ ഇലവീഴ പൂഞ്ചിറ വഴിയാണോ നേരെ പോണോ? അവിടെ ഒരു പള്ളിയുണ്ട് ഇടത്തെ സൈഡിൽ 1.5 കിലോമീറ്റർ ഒരു വലത്തോട് പോകണം. ഓക്കെ ഓക്കെ. ഇത് ഫുള്ളൊരു ഓഫ് റോഡ് ചെയ്തോ, ഫുള്ളൊരു ഓഫ് റോഡാണ് വഴി. വഴിയില്ല, കുറച്ച് പേര് ഇവിടെ ബൈക്ക് നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ട് എന്തായാലും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇലവീഴ പൂഞ്ചിറ ഈ വഴിയാണോ? ഇങ്ങനത്തെ വഴി തന്നെയാണോ അങ്ങോട്ട് മുന്നോട്ട്? ഇതില് മോശമാണോ? പോകാൻ പറ്റുമോ? എത്ര കിലോമീറ്റർ ഉണ്ടോ? ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ? 2 കിലോമീറ്ററാ? 2 പേര് പോകൂല. ഗൈസ്, അപ്പോഴേ ഞങ്ങൾ ഈ വഴി വരുമ്പോൾ ഒരു ചേട്ടനോട് വഴി ചോദിച്ചു. ഇനി ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഇലവീഴ പൂഞ്ചിറ. പക്ഷെ റോഡ് ഭയങ്കര മോശമാണ്. ഓഫ് റോഡ് വണ്ടികൾക്ക് അത്ര കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെക്കാട്ടിയും ഡേഞ്ചർ ആയിട്ടുള്ള വഴിയാണ്, 2 പേർക്ക് ബൈക്കിൽ പോകാൻ പറ്റില്ല എന്ന് പറയണത്. നമ്മൾ മാക്സിമം ഒന്ന് നമ്മുടെ ബൈക്കിൽ പോയി നോക്കാം. നമ്മുടെ ബാക്കിൽ വന്ന അഖിലിൻ്റെ നടരാജിൻ്റെ ഇതുവരെ കാണാനില്ല കേട്ടാ. അപ്പം ഞങ്ങൾ നൈസായിട്ട് മൂവ് ചെയ്ത് നോക്കുകയാണ്, നൈസായിട്ട് കയറി പോവുകയാണ്. ജീപ്പിനൊക്കെ സുഖമായിട്ട് പോകട്ടോ, ജീപ്പിനൊക്കെ കൊടുത്തിട്ട് വഴി കൂടെ പോവാം. ബൈക്കിന് പോകാനാണ് കുറച്ച് കഷ്ടമുള്ളത്. കാരണം ഏകദേശം ഇപ്പോൾ ഈ റോഡ് പറഞ്ഞിട്ടൊരു 3-4 കിലോമീറ്റർ ആയിട്ടുണ്ടാവും തോന്നണം. ഇതേപോലെ ഓഫ് റോഡാണ്.
നമ്മുടെ അഖിലിനെയും നടരാജനെയും കാണാനല്ല. ഞാൻ അവന്മാർ പകുതി വഴി വെച്ച് വണ്ടി നിർത്തിയാന്നറിയില്ല. റേഞ്ചില്ല, ഫോണിൽ റേഞ്ചില്ല അവിടെ. ട്രിപ്പിളൊക്കെ വെച്ച് തന്നെ ഉണ്ട് ഇവിടെ. അത് പാഷൻ പ്രോയിലാണ് ഒരു ട്രിപ്പിൾ വെച്ചിട്ട് വണ്ടി. ചേട്ടൻ പറഞ്ഞ സത്യം കേട്ടോ. എനിക്കപ്പം ഈ റോഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുമോ? ആക്സിഡന്റ് പോകുന്നത് വണ്ടി കയറണില്ല. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട്സാണ്, KTM ടൂക്കാണ്. വണ്ടി കയറാനുള്ള അത്രയ്ക്ക് ഓഫ് റോഡ് എന്ന് പറഞ്ഞാലേ. ഇത് ഗൈസ് നമ്മുടെ അഖിലും നടരാജും എത്തിട്ടാ. അഖിലും നടരാജും എത്തി. അഖിൽ അതിനുണ്ടോ? വഴി അതിനുണ്ടാ? എങ്ങനെ കയറി? നാട്ടു അതിനുണ്ട്. ഗൈസ് എൻ്റെ പൊന്നോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു ഓഫ് റോഡ് ഞാൻ ഓടിച്ചതാണ്. അത് നമ്മുടെ ഈ വണ്ടി കയറിപ്പോണ്ട്. ഈ വണ്ടിയിലെ ഫാഷൻ പ്രോയില് ട്രിപ്പിൾ അടിച്ചിട്ടാണ് അവർ തന്നെ. റോഡ് കണ്ടില്ലേ? ഒരു രക്ഷയില്ലാത്ത റോഡാണ്. ഒരു രക്ഷത്തില്ല റോഡാണ്. ഞാൻ മലയുടെ അറ്റം വരെ പോകണം തോന്നുന്നു. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം കയറാൻ. നമ്മുടെ അരുണ്ടാക്ക വണ്ടി കയറ്റി തന്നെയാണ്. കോർണറിൽ പുലിക്കുട്ടി കയറുന്നില്ല. കയറി വന്ന് പുലിക്കുട്ടി. ബാക്കാറൊക്കെ പാളുണ്ട്. അതിന് പുലിക്കുട്ടി വരവെന്നാ പറയണത്. പുലിക്കുട്ടി കയറി പോകുന്നുണ്ട്. പറന്നു പോണേന്. കാരണം ജീപ്പൊക്കെ കുറച്ച് പഴം പോലെയാണ് വരും ജീപ്പൊക്കെ. നമ്മളെ ഡാമിൽ വണ്ടി പോണില്ല. വണ്ടി നോക്കൂ. കിട്ടുന്നുണ്ട്. ഒരു ജീപ്പ് കയറി പോണണ്ട. കണ്ടോ? ഗൈസ് ജീപ്പ് കയറി പോണണ്ട. ജീപ്പിനെ സത്യം പറഞ്ഞ ഇവിടെ കയറാൻ പറ്റുള്ളൂ. നമ്മുടെ വണ്ടി ഇത്രയെങ്കിലും കയറിയല്ല. അടുത്ത ജീപ്പ് ഉണ്ട്. നമുക്ക് വല്ല ജീപ്പും കിട്ടിക്കഴിഞ്ഞാൽ ജീപ്പിൽ കയറി പോ. അതാണ് നല്ലത്. കട്ട് ഓഫ് റോഡാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അടുത്ത ജീപ്പും തന്നെ ഉണ്ട്. ഇവിടെ അഖിൽ വിജയും നടരാജും ഒക്കെ അവിടെ വണ്ടി എടുത്തിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കണ്. ഒരു രക്ഷയില്ല കേട്ടാ. ഒരു രക്ഷയില്ല. കാരണം അമ്മാതിരി റോഡാണ് ഇത്. കണ്ടോ? ബൈക്ക് ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തി. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളതാണ് ഈ വഴി നടന്നു വരൂ ചേട്ടൻ പറഞ്ഞത്. ബൈക്കിന് കയറാൻ പറ്റൂല, ഒട്ടും പറ്റൂല. അത് കണ്ടോ? ഇത് നോക്കിയേ, ജീപ്പിനെ പോകേണ്ട ഒരു വഴിയാണ്. നമ്മൾ ഇത്രയും ദൂരെങ്കിലും ബൈക്ക് കയറ്റി. അപ്പം ഇനി നമുക്ക് പതുക്കെ നടന്നു പോവാം. സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം 4:48 വൈകുന്നേരം. ഇനി അവിടെ കയറി കണ്ടിട്ട് അവിടെ നിന്ന് ഈ വണ്ടി താഴത്തേക്ക് ഇറക്കണം. കയറ്റാൻ കുഴപ്പമൊന്നും എളുപ്പമായിരുന്നു. ഇറക്കാൻ ഞാനിക്കും ബുദ്ധിമുട്ട്. കയച്ചു കാരണം ഓഫ് റോഡ് പറഞ്ഞല്ലേ എൻ്റെ കട്ട ഓഫ് റോഡാണ്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരാം കേട്ടോ. ധൈര്യത്തിൽ വരാം. ഓഫ് റോഡിൽ വണ്ടി ഓടിക്കുന്നവരുണ്ടെങ്കിൽ ഈ വഴി വരാം. കണ്ട പാറ ജീപ്പ് കയറിപ്പോയാണ്. ഓഫ് റോഡ് ഓടിക്കുന്ന ധൈര്യത്തിൽ ഇവിടെ വന്നോ. നമുക്കൊരു 5-6 കിലോമീറ്റർ ഓഫ് റോഡിൽ ഇതേപോലെ പോവാം. പാറയും കല്ലും മണ്ണൊക്കെ കയറി പോവാം. അപ്പോൾ അങ്ങനെ നൈസായിട്ട് പൊക്കത്തോട്ട് നടക്കട്ടെ. പൊക്കത്തോട്ടേക്ക് കണ്ടിട്ട് സമയം ഇരുട്ടണ മുമ്പ് നമുക്ക് വണ്ടി താഴത്തോട്ട് ഇറക്കണം.
ഇല്ലെങ്കിൽ ഭയങ്കര ടാസ്ക്കായി പോകും. അപ്പോൾ അങ്ങനെ പൊക്കത്തെ കയറിയിട്ട് വരാം. ഗൈസ്, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഡൂക്കിലെടുത്താൻ കയറിപ്പോയതാണ്. അവനോട് വണ്ടി വെച്ചിട്ട് അവന്മാർ നടന്ന് കയറി പോയിട്ടുണ്ട്. ഇത് അവിടെ നിന്നൊരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നൊരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് വരുമ്പോൾ ഇനി ജീപ്പിൽ കയറി വരാൻ നോക്കണം മാക്സിമം. കേസ് ഒരു ചേട്ടനിവിടെ പശുവിനെ വയ്ക്കുന്നുണ്ട്. നമ്മൾ കുറേ നേരം നടന്ന് ടോപ്പ് എത്താറായോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ എത്താറായോ മുകളിൽ? 1/2 കിലോമീറ്റർ ഇനിയുണ്ടോ? എൻ്റെ അമ്മേ. അപ്പോൾ ഞങ്ങൾ എറണാകുളം കച്ചേരിപ്പടി ഗേസ്. അപ്പോൾ ഇനി 1/2 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഗേസ് ആ ചേട്ടൻ പറഞ്ഞേക്കണ് ടോപ്പിലെത്താൻ ഇനിയും 1/2 കിലോമീറ്ററും കൂടി ഉണ്ട് എന്നാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ 2 വഴിയുണ്ട്. ഒന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്, ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്കും പോകുന്നുണ്ട്. വ്യൂ പോയിന്റ് അതിൻ്റെ റിസോർട്ട് നേരെയാണ് പോകുന്നത്. മേലേക്കാവ് ലെഫ്റ്റ് സൈഡ്, മേലേക്കാവിലേക്ക് പോകാൻ. ഇവിടെ ഒന്നൊരു പോളൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാട്ടോ. അപ്പോൾ അതൊരു പഴയ ചായക്കടയൊക്കെയാന്ന് തോന്നുന്നു. വിലവിഴ പിഞ്ചറിൻ്റെ വ്യൂ പോയിന്റ് അവിടെയാണ്. അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റ് പോവാം. വ്യൂ പോയിന്റിലാണ് ഇഷ്ടംപോലെ ജീപ്പുകളും ആൾക്കാരൊക്കെ നിൽക്കുന്നത്. വ്യൂ പോയിന്റിലേക്ക് പോവാം. ഗേസ് ഇപ്പോൾ വഴി കൊള്ളാം കേട്ടോ. ഈ വഴിയിൽ നമുക്ക് വണ്ടിയും കൊണ്ട് കയറി പോവാം. ജീപ്പ് ഇറങ്ങുന്നുണ്ട്. ഏറ്റവും ടോപ്പ് അതാണ്. ഈ ടോപ്പിലേക്ക് വരാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്. ജീപ്പുകാരൊക്കെ അവിടെ എൻഡിങ് ആണ്. അങ്ങ് അറ്റത്തൊക്കെ ഉണ്ട് സംഭവം. എന്തായാലും നമുക്ക് കയറി കണ്ടിട്ട് വരാം. കേസ് അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടാ. അവിടെ നിന്ന് തന്നെ ജീപ്പുകളൊക്കെ എവിടെയാണ് എൻഡ് ചെയ്യണത്. ഇതാണ് ഏകദേശം ടോപ്പ്. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ ജീപ്പുകളൊക്കെ ഇത്ര വരുള്ളൂ. ഇവിടെ നിന്ന് ഓരോ ആൾക്കാർ ഇറക്കി വിടും. പിന്നെ നമുക്ക് അങ്ങോട്ട് വ്യൂ പോയിന്റ് ആണെങ്കിൽ നേരെ അങ്ങോട്ട് പോവാം. ഇത് നമ്മുടെ പുറകിലൊന്ന് കുറേ ബൈക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല CC കൂടി വണ്ടികളാണ് കേട്ടോ. എൻഫീൽഡും R15 V3 ഒക്കെ ഉണ്ട്. ഒരു എക്സ്പ്രസ്സും കയറിയിട്ടുണ്ട് കേട്ടോ. NS കൂടുതൽ ബുള്ളറ്റാണ് കൂടുതലും കയറിയേക്കണത്. ബുള്ളറ്റേ കയറുള്ളു, കൂടുതലും ബുള്ളറ്റേ കയറുള്ളു. ഇപ്പോൾ 2 വഴി പോകേണ്ടത്. ലെഫ്റ്റ് സൈഡ് ഒരു വഴി ഇറക്കമാണ്, റൈറ്റ് സൈഡിലൊക്കെ ഒരു വഴിയുണ്ട്. അപ്പോൾ നമുക്കത് ലെഫ്റ്റ് കയറി പോവാം. നമുക്ക് ഈ ലെഫ്റ്റ് പിടിച്ചൊന്ന് കയറി നോക്കാം സംഭവം എങ്ങനെയുണ്ട് നോക്കാം. പ്ലേസ് ഒരു രക്ഷയില്ലാട്ടാ, കലക്കൻ പ്ലേസ് ആണ് കേട്ടോ. ഇത് വീഴ പൂഞ്ചറിൽ ഒരു പ്രാവശ്യമെങ്കിലും വരിക, ഓഫ് റോഡ് ആസ്വദിക്കുക, ടോപ്പ് വ്യൂ. ഓഫ് റോഡ് കയറിയത് ഗേസ് ഒരു പാറ കേട്ടാ. പാറയിൽ കൂടെ നമുക്ക് കയറിപ്പോണത് ഡേഞ്ചറാണ്, കുറച്ച് ഡേഞ്ചറാണ്, സീനാണ്. അങ്ങോട്ടൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. കലക്കം പ്ലേസ് ആണ്ടാ, ഗുഡ് പ്ലേസ്. നമ്മുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ സ്റ്റാമിനോട് പറയാട്ടാ ഇവൻ, നമ്മുടെ ക്യാമറമാൻ മിമ്മിൽ ഡാവിന. ഇവൻ ഒട്ടും തളരണില്ല. ഈ കയറ്റം നോക്കിയേ, ഈ മല, ഈ കുന്ന അവിടെ കയറിപ്പോളാം. നമ്മുടെ അഖിൽ ഡാവൊക്കെ അവിടെ നിൽക്കണ്ട്. അവര് വേറെ വഴി വന്ന് ഒരു രക്ഷയില്ലാട്ടാ, രക്ഷയില്ല. പൊളി പ്ലേസ്, കിടിലം പ്ലേസ് ഇലവിട പൂഞ്ചിറ. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് കയറാം.
വരാത്തവരൊക്കെ എന്തായാലും എന്നോട് അടിപൊളി, ഒരു രക്ഷയില്ല. ഇപ്പം എല്ലാവരും വരും, ഒരു പ്രാവശ്യമെങ്കിലും വരും കേട്ടോ. ഇതത്തെ പ്ലേസ് ഒന്നും മിസ് ചെയ്യല്ലേ. അധികം ബഡ്ജറ്റ് ഒന്നും ആവൂല, നമ്മുടെ എറണാകുളംകാർക്കൊന്നും അധികം ബഡ്ജറ്റ് ആവൂല ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഇതങ്ങോട്ട് കയറിപ്പോണം ഗേസ്. കണ്ട നമ്മുടെ വിമൽ ഡാബ് അങ്ങോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാലക്കം വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളെ ശരിക്കും നമുക്ക് വഴി തെറ്റിപ്പോയി, ഇതിലൂടെ ഒരു വഴിയില്ല. ഇതാണ് ശരിക്കും വഴി, നമ്മുടെ ടോപ്പിലേക്ക് കയറിപ്പോകാനുള്ള വഴി ശരിക്കും ഇതാണ്. നമ്മൾ ശരിക്കും വഴി തെറ്റിയാണ് വന്നേക്കണം. പോകുമ്പോൾ കറക്റ്റ് വഴി ഞാൻ കാണിച്ചു തരാം. അതാന്ന് തോന്നുന്നു കേട്ടോ ടോപ്പ്, അവിടെയാണ് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഗെയ്സ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇലവീഴപ്പൂഞ്ചറിൻ്റെ ടോപ്പിലെത്തിയേക്കാണ്. എൻ്റെ ബാക്കിലെ വ്യൂ കണ്ട, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലട്ടാ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അത് ഇവിടെ വന്ന് നേരിട്ട് കണ്ടാലും ഇവിടുത്തെ ഫീൽ അറിയുള്ളൂ. തണുപ്പൊന്നും രേഖയുണ്ട്. ഇത് കണ്ട വ്യൂ, ഒരു രക്ഷയില്ലട്ടാ, ഒന്നും പറയാനില്ല. ഇത് ഡയറക്റ്റ് നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ടാലേ ഇവിടുത്തെ അവസ്ഥ അറിയുള്ളൂ. ഇതേ ബാക്കിൽ കാണുന്ന ആ ടോപ്പ് വരെ കഴിഞ്ഞ് നമുക്ക് കയറാണ്ട്. ആ ടോപ്പിലേക്ക് കഴിഞ്ഞ് കയറണം. കുറേ ആൾക്കാർ ഇവിടെ കയറി വരുന്നുണ്ട്. ഇത് ബൈക്കിൽ വന്നവരൊക്കെ, നമ്മുടെ പുറകിൽ വന്നവരൊക്കെ ഇവരെ കയറി വരുന്നുണ്ട് ആൾക്കാരൊക്കെ. ഇവിടുത്തെ ആംബിയൻസ് എൻ്റെ പൊന്നു ഗൈസ് പറഞ്ഞറിയില്ല, നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ. നേരിട്ട് ഇവിടെ വരിക, ഇലവീഴപ്പൂഞ്ചിറയിലേക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ ബാക്കിൽ ഇത് അങ്ങ് ദൂരമായിട്ടൊരു വഴിയാണോ, ആ വഴിയാണ് നമ്മൾ ഇങ്ങനെ കയറി പൊക്കത്തേക്ക് വന്നത്. ഏകദേശം അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇങ്ങോട്ടേക്ക് കേട്ടോ. നടന്ന് തന്നെ വരണം, ജീപ്പ് അവിടം വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് വേണം ആ ടോപ്പിലേക്ക് എത്താൻ. വോയിസ് നമ്മൾ കയറണം കേട്ടോ. നമ്മുടെ ക്യാമറമാൻ ഒരു ടയേർഡില്ല കേട്ടോ, ക്യാമറമാനാണ് നമ്മുടെ അവിടുത്തെ സാഹചര്യമായിട്ടുള്ള വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തത്. അഡ്വഞ്ചർക്ക് ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ ക്യാമറമാൻ. അടുത്ത അഡ്വഞ്ചർ നോക്കണം. അപ്പോൾ നമ്മൾ ആ ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ ടോപ്പിൽ കയറണ്ടേ ഇനി മൊത്തം പോവാ. അപ്പോൾ മൊത്തം പോവാന്നാണ് പറയണത്. എന്തായാലും വന്ന സ്ഥിതിക്ക് ടോപ്പിൽ കയറിയിട്ട് നമുക്ക് അവിടെ നിന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് ക്ലൈമറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവാം. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. ഇവിടുത്തെ ആ സ്കൈയുടെ ഇത് കണ്ട, കുറച്ച് മഴക്കാറ് പോലെ വന്നേക്കണ്. അവിടെ നിന്ന് വേറെ കളറ് ഓറഞ്ച് മലയാണ്, ഒരു വ്യത്യാസമുണ്ട് സ്കൈയുടെ ഒക്കെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വരണം അല്ലേ. തീർച്ചയായിട്ടും ഇതേപോലത്തെ സ്ഥലങ്ങളിൽ തന്നെ വരണം. ഇതൊക്കെ കണ്ടും അറിഞ്ഞും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഗൈസ്. ഏകദേശം നമ്മൾ ടോപ്പ് എത്താറായി. അപ്പോൾ നമുക്കിനി കിതച്ചിട്ടാ, ശരിക്കും ടയേർഡായി. ഒരു കുപ്പി വെള്ളം പോലും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒട്ടും പറഞ്ഞാൽ ഒട്ടും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ സംഭവം. ഇതല്ല നമുക്ക് ടാസ്ക്, ഇതല്ല നമ്മുടെ വണ്ടി എങ്ങനെയും അവിടെ നിന്ന് താഴോട്ട് ഇറക്കണം മെയിനായിട്ട്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഒരാവശ്യത്തിന് കയറ്റിക്കൊണ്ടുവന്ന് ഈസോ ടോപ്പെത്തിയിട്ട, ഏകദേശം ടോപ്പെത്തി. ഇത് അതാണ് ആ ബിൽഡിങ്, കുറച്ചും കൂടെ ഉള്ളു. ഇവിടെ വന്നാലും വ്യൂ പോയിന്റാണ്. അതേരും ഒരു ടൈം എടുക്കണം നടന്ന് കയറാൻ. ഇത് കണ്ടില്ലേ ബാക്കിലെ സ്ഥലങ്ങൾ കണ്ടില്ലേ. എൻ്റെ പൊന്നോ. ഓക്കെ നമുക്ക് ഒരു ടോപ്പിലെത്തി. ടോപ്പിൽ നമ്മൾ എത്തുമ്പോൾ തന്നെ ഇത് പോലീസ് വയർലെസ് സ്റ്റേഷൻ ഇങ്ങനത്തെ ഒരു സംഭവം കാണാം. ഇതിൻ്റെ ഈ സൈഡിലൂടെ വഴി വേണം നമുക്ക് കയറിപ്പോവാൻ. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകാൻ.
അപ്പോൾ ഗൈസ് നമ്മൾ അതെ ഇലവീട പുഞ്ചറട ഏറ്റവും ഹൈ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ കണ്ട് വ്യൂ ഉണ്ടോ? അവിടെ റോഡ് കാണാം. അവിടെ ഒരു റോഡ് ഉണ്ടോ? അവിടെ നിന്നാണ് നമ്മ ആ ഓഫ് റോഡ് അങ്ങോട്ട് കയറി വന്നത്. ജീപ്പും ഉണ്ട്, ഇതിലൂടെ ജീപ്പും ഉണ്ട്. ഒരു ഹെവി അഖിലേ എങ്ങനെയുണ്ട് സംഭവം? എൻ്റെ പൊന്നെ കയറി ഒരു പുതിയ അനുഭവമായിരുന്നു. എന്താ പറയാ, ഫുൾ ഓഫ് റോഡ് ബൈക്ക് റൈഡിങ് നടത്തം കുറച്ച് കഥച്ചു. എന്നാലും അടിപൊളിയാണ്. മേളിൽ വരുമ്പോൾ കാണാൻ കുറേ ഉണ്ട്. സൂപ്പറാണ്. ആരും മിസ് ചെയ്യരുത്. വരിക, ഒരു പ്രാവശ്യമെങ്കിലും വരിക. ഒരു പ്രാവശ്യമെങ്കിലും വരും. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഗുഡ് പ്ലേസ് ഉണ്ടാ. കേസ് അവിടെ കണ്ട ഇതവിടെ ആയിട്ട് ഒരു ഡാമുണ്ട്. അതേപോലെ അറ്റത്തൊരു ഡാമുണ്ട്. അത് ഇവിടെ ഒന്ന് നോക്കിയാലും അറിയുള്ളൂ. പിന്നെ അത് ഇവിടെയൊക്കെ ഫുള്ള് മേഘം വന്ന് മൂടിക്കിടക്കുന്നുണ്ട്. പകുതി മലകൾ മേഘം വന്ന് മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് നല്ല ആംബിയൻസ്. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലട്ടാ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പ്രായമുള്ളവർക്കൊന്നും വരാൻ പറ്റൂല. ഈ ടോപ്പ് വരാ. പിള്ളേർക്കൊക്കെ വരാം. നമ്മളെ പോലത്തെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന പിള്ളേർക്കൊക്കെ ഇവിടെ വന്ന് ആവും എൻജോയ് ചെയ്യാം. അപ്പോൾ ഗേസ് ഇപ്പോൾ സമയം 5:36. ഞങ്ങളിപ്പോൾ നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങണതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി അവിടെ നിൽക്കണതാണ്. മെയിനായിട്ട് ആ വണ്ടി ഒന്ന് റോട്ടിലേക്ക് ഇറക്കണം. കാരണം റോഡ് അത്രയും മോശമാണ്. എങ്ങനെയൊക്കെ അവിടെ ഇറക്കണം. നമ്മൾ നൈസായിട്ട് ഇനി താഴെ വെച്ച് കാണാം. അപ്പോൾ ഗേസ് നമ്മളത് ടോപ്പിൽ നിന്ന് താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ കയറുമ്പോൾ ഈ ബൈക്ക് വെച്ച് ഈ വഴിയാണ് അങ്ങോട്ട് കയറിപ്പോയത്. ശരിക്കും അതല്ല വഴി. മെയിൻ വഴി എന്ന് വെച്ചാൽ ഈ കാണുന്ന വഴിയാണ്. വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു വഴി കയറിപ്പോണ്ട്. ഈ വഴി വേണം നമുക്ക് കയറിപ്പോവാൻ. നേരെയുള്ള വഴി ഒരിക്കലും പോയത്. നേരെയുള്ള വഴി ആ റൈറ്റ് സൈഡിലെ വഴി ഒരിക്കലും പോകാൻ പാടില്ല. അവിടെ പാറയൊക്കെ കയറി പോകണം. അതെ നമ്മുടെ ജീപ്പൊക്കെ സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ്. നമുക്കേ അവരുടെ റേറ്റ് എത്രയും ചോദിക്കാം. അടിയിൽ നിന്ന് ഇവിടം വരെ കയറി വരുന്നതിന് റേറ്റ് എത്ര എന്നൊന്ന് ചോദിച്ചോളാം. ചേട്ടാ അടിയിൽ നിന്നില്ലേ ജീപ്പിൽ വരാൻ എത്രയാണ് ഒരാൾക്ക്? ആ താഴെന്ന് താഴെ അടി വരുന്നത് എവിടെ ഈ മറ്റേ അത് ഒരാൾക്കാ? ഇപ്പൊ ഞങ്ങൾ 4 പേര് വേണ്ടിയാണെങ്കിൽ 800 രൂപ ആണോ? ആണല്ലേ അങ്ങനെ. അപ്പൊ നമ്മുടെ അവിടെ ഓഫ് റോഡ് തുടങ്ങിയില്ലേ? അവിടെ നിന്ന് വരുമ്പോ എത്ര രൂപ കൊടുക്കണം? അവിടെ നിന്ന് കിട്ടുമോ? അങ്ങനെ കിട്ടൂല അല്ലേ? ഓ അവിടെ നിന്ന് വേണം പിടിച്ചിട്ട് വരാൻ. സിംഗിൾ ട്രിപ്പും കിട്ടൂലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. നടന്നു കയറി വരുന്നവര് അവര് ചിലപ്പം വണ്ടി വേണമെങ്കിൽ നമ്മൾ കൊടുക്കും. ഓ വണ്ടി താഴോട്ട് പോകാൻ വേണ്ടി. ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങളിപ്പോ വെയിറ്റ് ചെയ്ത് നിൽക്കണോ മുകളിൽ പോയവർക്ക് വേണ്ടി? 1 hour ടൈം അല്ലേ? ഓക്കെ ഓക്കെ ശരി ചേട്ടാ, താങ്ക് യു. അപ്പോൾ ഗെയ്സ് നമ്മളെ ആ ജീപ്പിലെ ചേട്ടന്മാരോട് പറഞ്ഞപ്പോൾ കാഞ്ഞാറ് അടിവാരത്തുനിന്ന് അവർ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ കയറ്റില്ല. അതായത് ഒരു ഫാമിലിയിൽ എത്ര പേരുണ്ട്? 5 പേരോ 6 പേരുണ്ടെങ്കിൽ അവർ കയറ്റും. നമ്മൾ ഫ്രണ്ട്സായിട്ട് തന്നെ അവരെ കയറ്റും. അപ്പോൾ നമുക്ക് ഒരാൾക്കല്ല. അപ്പോൾ 800 രൂപയാണ് ഒരു ചാർജ് ആക്കണം. കാഞ്ഞാറിൽ നിന്ന് ഇവിടം വരെ കയറ്റി ഇവിടെ വന്നിട്ട് അവർ 1 hour വെയിറ്റ് ചെയ്യും. 1 hour വെയിറ്റ് ചെയ്തിട്ട് അവർ നേരെ കാഞ്ഞാറിൽ തന്നെ കൊണ്ടുവിടും. ആ കാഞ്ഞാറിൽ നിന്ന് ഇവിടം വരെ വരാനാണ് ഒരു 800 രൂപ. അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം കാരണം നല്ല ഓഫ് റോഡ്, കട്ട് ഓഫ് റോഡാണ് വരാൻ. നല്ല ബുദ്ധിമുട്ടാണ്. 800 രൂപ അത്യാവശ്യം തരക്കേടില്ല. നമ്മൊരു 5-6 പേര് വരെയൊക്കെ ആണെങ്കിൽ നമുക്കധികം ബഡ്ജറ്റ് തോന്നൂല. ആളുടെ ഒരു 120 രൂപയൊക്കെ വെച്ചേ പോകുള്ളൂ തോന്നുന്നു. നമ്മൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ. ഇപ്പോൾ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ കയറാൻ നേരെ കയറുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 800 രൂപ വന്ന്. അപ്പോൾ നമ്മൾ ആ ജീപ്പ് നിൽക്കണോടെ എത്തി. ഇനി മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ മെയിനായിട്ട് അവിടെ ഇറങ്ങുക. ഒരു കടയുണ്ട്, കടയിൽ നിന്ന് ഒരു വെള്ളം കുടിക്കുക, നേരെ ഇറങ്ങുക, ബൈക്ക് എങ്ങനെയും താഴത്ത് എത്തിക്കണം. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ കേസ് നമ്മേ അവിടെ നിന്ന് ഇറങ്ങിയതേ നമ്മളെ വണ്ടി വെച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സമയമായിട്ടോ, സമയം ഒരു 6:15 ഇതേ വണ്ടി നമ്മുടെ ഹോർണറ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഇതണ്ട നമ്മൾ വന്ന അതേ വഴി വണ്ടി തിരിച്ചിറക്കണം. എങ്ങനെയെങ്കിലും ഇറക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇറക്കാൻ പോണത്. നമുക്ക് വണ്ടി ഇറക്കിയിട്ടേ താഴെ അടിവാരത്ത് എത്തിയിട്ട് കാണാം എന്താ അവസ്ഥ എന്നൊക്കെ ഞാൻ പറയാം.
അപ്പോൾ ഗൈസ് ഓഫ് റോഡ് വന്നെന്ന് ആഗ്രഹമുള്ളവർ കയറി പോകുക. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ ദേ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്. ഇവിടെ വണ്ടി വെച്ചിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടന്ന് കയറുക. കാരണം ഇവിടം വരെ നമുക്ക് കുഴപ്പമില്ല റോഡ്. ഇവിടെ നിന്ന് വെച്ചാണല്ലോ ഒരു രക്ഷയില്ല. എൻ്റെ കൈയൊക്കെ പോയി വണ്ടിക്ക് ഇനി എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പോയാലറികള് 160cc വണ്ടിയാണ്. കഷ്ടപ്പെട്ട് ഒരു ആവേശത്തിന് അടിച്ച് കയറ്റിക്കൊണ്ടുപോയി ഇറക്കിയപ്പോൾ പണിയാളി. അപ്പോൾ സമയം 6:15 ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് വന്നെത്തി. കലക്കം പ്ലേസാണ്. അഡ്വഞ്ചർ ഓഫ് റോഡ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും വരും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെ പൊള്ളി പ്ലേസാണ്. ഇപ്പോൾ കേസ് ഇപ്പോൾ 6:15 ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എറണാകുളത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ കാണും. അപ്പോൾ ഇന്നത്തെ ഈ ഇലവീഴ പൂഞ്ചിറയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ കാണുവരാ. ബൈ.